നമസ്കാരം. മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് അന്യഗ്രഹ ജീവികളെക്കുറിച്ച്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് എത്താറുണ്ടെന്നും പറക്കും തളികൾ പ്രത്യക്ഷപ്പെടാറുണ്ടെന്നും ഒക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ നിരന്തരമായി നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പെറുവിലും മറ്റു ഇത്തരത്തിലുള്ള ചില കാഴ്ചകൾ കണ്ടതായി ചിലർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വാനനിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ അമ്പരപ്പിച്ചിരിക്കുന്ന ഒരു വാർത്ത, അന്യഗ്രഹ ജീവികൾ ഭൂമിയുമായി നിരന്തരമായി ബന്ധപ്പെടാൻ ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള ചില സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അജ്ഞാതമായ ഏതോ ഒരു സ്ഥലത്തു നിന്നാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങളുടെ മുന്നോടിയായിട്ടുള്ള ചില തരംഗ പ്രവാഹങ്ങൾ എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റേഡിയോ തരംഗങ്ങളും എക്സ്റേകളും പുറപ്പെടുവിക്കുന്ന ഒരു നിഗൂഢ കോസ്മിക് വസ്തുവിനെ കണ്ട് ഭൂമിയിലെ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഈ വസ്തുവിൽ നിന്നാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് ഇത്തരത്തിലുള്ള എക്സ്റേ രൂപത്തിലും തരംഗ രൂപത്തിലുമൊക്കെ തന്നെ ചില സന്ദേശങ്ങൾ അല്ലെങ്കിൽ സന്ദേശത്തിൻ്റെ മുന്നോടിയായുള്ള ചില സൂചനകൾ ലഭിക്കുന്നത് എന്നാണ് ഇപ്പോൾ വാനനിരീക്ഷകർ പറയുന്നത്. ഭൂമിയിൽ നിന്ന് 14,700 പ്രകാശവർഷം അകലെയുള്ള ഏതോ സ്ഥലത്ത് നിന്നാണ് ഭൂമിയിലേക്ക് ഇത്തരത്തിലുള്ള ചില സന്ദേശങ്ങൾ അയക്കാൻ ആരോ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത്. അസ്കാപ്പ് J18320911 എന്ന വസ്തുവിൽ നിന്നാണ് ഓരോ 44 മിനിറ്റും ഇടപെട്ടാണ് ഇത്തരത്തിലുള്ള ഈ മെസ്സേജുകൾ എത്തുന്നത്. എക്സ്റേ രൂപത്തിലുള്ള സന്ദേശങ്ങൾ എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. കൂടാതെ റേഡിയോ തരംഗങ്ങളായും ഇവ എത്തുന്നുണ്ട്. പക്ഷേ അതിനെ ഡീകോഡ് ചെയ്യാനോ മറ്റോ നമുക്ക് ഇനിയും ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചിട്ടുമില്ല. ഈ ഒരു അവസരത്തിൽ ഗവേഷകർ കണക്കാക്കുന്നത് ഒരുപക്ഷെ അന്യഗ്രഹ ജീവികൾ ഭൂമിയുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കാം എന്നാണ്. എന്നാൽ ഇതിന് ആധികാരികമായി മറ്റു തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ അജ്ഞാതമായ ഒരു സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രവഹിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയില്ല. സൗരയൂഥത്തിലുള്ള മറ്റ് ഒരു ഗ്രഹങ്ങളുമായും ഇത്തരത്തിലുള്ള ഒരു ബന്ധം നമുക്ക് കണ്ടുപിടിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്നാണ് ഈ സന്ദേശങ്ങൾ എത്തുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് ഗവേഷകന്മാർ. ഒരുപക്ഷെ ഇതിന് ഒരുപാട് സമയമെടുക്കുമായിരിക്കാം എന്നാണ് അവർ പറയുന്നത്. എങ്കിലും ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ തന്നെയാണ് ഇപ്പോൾ ഒരു പറ്റം ശാസ്ത്രജ്ഞന്മാർ ഇതിനായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൂടിയാണ് അവർ ഇത്തരത്തിലുള്ള ഈ ഒരു ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ സിഗ്നലുകൾ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അത് പ്രവർത്തനക്ഷമമാകുകയും അല്ലെങ്കിൽ ഓണാവുകയും പിന്നീട് നിശ്ചിത സമയം കഴിയുമ്പോൾ ഇത് ഓഫായി പോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഇപ്പോഴും ഗവേഷകർ അന്വേഷിക്കുന്നത്. കൃത്യമായി ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് ആദ്യമായി ഇപ്പോൾ ഗവേഷകർ പരീക്ഷണ വിധേയമാക്കാൻ പോകുന്നത്. മിനിറ്റുകളോ മണിക്കൂറുകളോ ഇടവിട്ട് റേഡിയോ പൾസുകൾ പുറപ്പെടുവിക്കുന്ന ഇത്തരം LPTകൾ ഈയിടെയാണ് കണ്ടുപിടിച്ചത്. 2022 ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് ഏതാണ്ട് 10ഓളം വാനനിരീക്ഷകർ ഇത്തരം സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഇത്തരം തരംഗങ്ങൾ കണ്ടെത്തിയതായി വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ വ്യാപകമായ തോതിൽ ഒരുപക്ഷെ ഇത് അന്യഗ്രഹ ജീവികൾ തന്നെയാണോ ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എക്സ്റേകൾ റേഡിയോ തരംഗങ്ങളെക്കാൾ വളരെ ശക്തി കൂടിയ ഊർജ്ജ പ്രവാഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കണ്ടെത്തി ഡീകോഡ് ചെയ്തെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ഇപ്പോഴും ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് മറ്റേതോ ഗ്രഹത്തിൽ അവിടെ ജീവിതം ഉണ്ട് എന്നാണ്. ഒരുപക്ഷെ നമ്മളെക്കാൾ മുമ്പ് ഉണ്ടായതായിരിക്കാം ആ ഗ്രഹങ്ങൾ. അവിടെയുള്ള ജീവികൾ ഭൂമി പോലെയുള്ള നമ്മുടെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് അവിടെ ആളുകളുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങളാണോ ഈ എക്സ്റേ തരംഗങ്ങളും റേഡിയോ തരംഗങ്ങളും എന്നാണ് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടത്. എന്നാൽ മറ്റൊരു വിഭാഗം ശാസ്ത്രജ്ഞന്മാരാകട്ടെ ഇത് ശുദ്ധ അസംബന്ധമാണ് എന്നാണ് പറയുന്നത്. ഇത് മറ്റെവിടെന്നെങ്കിലും വരുന്ന ഊർജ്ജ പ്രവാഹങ്ങളായിരിക്കാം. ഭൂമിയിൽ തന്നെ അത്തരത്തിലുള്ള നിരവധി ഊർജ്ജ പ്രവാഹങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റേതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് വിശ്വസിക്കാൻ തക്ക തെളിവുകളൊന്നും തന്നെ ഇനിയും ലഭിച്ചിട്ടില്ല എന്നും ഇത് സംബന്ധിച്ച ഗവേഷണം അത്ര എളുപ്പമല്ല എന്നുമാണ് പലരും കരുതുന്നത്. എങ്കിലും നമുക്കും പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. ഒരുപക്ഷെ ഇത് അന്യഗ്രഹ ജീവികളാണ് ഭൂമിയുമായി ബന്ധപ്പെടാൻ ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നതെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കമായിട്ട് വേണം കാണാൻ. ഏതായാലും ഒരുപാട് വർഷങ്ങളെടുത്ത് മാത്രമേ ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. കാരണം അത്രയും വളരെ ശക്തമായ തോതിലുള്ള ഊർജ്ജ പ്രവാഹമാണ് ഇപ്പോൾ അവിടെ നിന്ന് ഈ കൃത്യമായ ഇടവേളകളിൽ ഇടവിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ കാരണങ്ങളും ഇതെങ്ങനെ ഉത്ഭവിക്കുന്നു, എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഓസ്ട്രേലിയയിലെ ഗവേഷകർ തീവ്രമായ പഠനത്തിലാണ്.